നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എസ്റ്റവായോ വില്യൻ്റെ പരിക്ക് മാറി. വേൾഡ് കപ്പ് ആരംഭിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് സർജറി വേണമെന്ന് ആരാ പറഞ്ഞത്? ചെൽസി അങ്ങനെ റെക്കമെൻഡ് ചെയ്തിരുന്നു ഡോക്ടർമാർ. പക്ഷേ താരം അത് വേണ്ട, വേൾഡ് കപ്പിന് എത്താൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് കഴിഞ്ഞ 18-ാം തീയതി, അതായത് മെയ് 18-ന് തന്നെ കോച്ച് അഞ്ചലോട്ടി പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ പക്ഷേ അദ്ദേഹം എസ്റ്റവായോ വേൾഡ് കപ്പിന് ഫിറ്റ് ആവില്ല എന്ന് അദ്ദേഹത്തിന് ലഭിച്ച വിവരപ്രകാരം അദ്ദേഹം സ്ക്വാഡിലെടുത്തില്ല. ഇപ്പോഴിതാ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി മാറിയിരിക്കുന്നു, പൂർണ്ണമായും ഭേദമായിരിക്കുന്നു എന്ന് എസ്റ്റവായോ തന്നെ പുറത്ത് പറഞ്ഞിരിക്കുന്നു. എസ്റ്റവായോ റിവീൽ ചെയ്യുന്നത് ഡോക്ടർമാരൊക്കെ ആകെ അത്ഭുതത്തിലാണ്. അദ്ദേഹത്തിൻ്റെ തൈ എക്സാമിനേഷൻ, കാൽത്തുടയിലായിരുന്നല്ലോ പരിക്ക്, ആ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇഞ്ചുറി കാണാനേ ഇല്ല, പൂർണ്ണമായും ഭേദമായിരിക്കുന്നു. എസ്റ്റവായോ ഇത് ഒരു ചേർച്ചിൽ ഒരു സ്പീച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ടാണിത് പറയുന്നത്. ഏതായാലും സർജറി വേണ്ട എന്നുള്ള തീരുമാനമെടുത്തതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റും എന്നാണ് താൻ കരുതുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. കൂടുതൽ കൃത്യമായിട്ടുള്ള വാർത്തകളിൽ പറയുന്നത് എസ്റ്റവായോയുടെ ഒരു MRI ഇപ്പോൾ എടുത്തു നോക്കി. അതിൽ മനസ്സിലാക്കാൻ പറ്റിയത് നോ സൈൻ ഓഫ് ഇഞ്ചുറി എന്നുള്ളതാണ്. ഡോക്ടേഴ്സ് വെർ സർപ്രൈസ്ഡ് ബൈ ഹൗ വെൽ ദി റിക്കവറി പ്രോഗ്രസ്ഡ്. ഏതായാലും ഇപ്പോൾ ഉള്ള ചോദ്യം, ആരാണ്, ഏത് ഡോക്ടറാണ് അദ്ദേഹത്തോട് സർജറി ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത് എന്നുള്ളത് വലിയ രൂപത്തിൽ വണ്ടറായി മാറിയിരിക്കുകയാണ്. അതാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചെൽസിയുടെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് അദ്ദേഹത്തിന് സർജറി ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ആൾ പൂർണ്ണമായിട്ടും ഫിറ്റായിരിക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇനിയിപ്പോൾ ബ്രസീൽ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും പരിക്ക് പറ്റി പുറത്താവണം, എങ്കിൽ മാത്രമേ ഇനിയൊരു സാധ്യതയുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.